أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. സൈഖുന മുദബ്ബിറുൽ ആലം മടവൂർ മഹാനരെ പറ്റിയിട്ട് കറാമത്തിൽ നിന്ന് ചിലത് പറയണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പലപ്പോഴായിട്ട് നമുക്ക് സംസാരിക്കാം. അതിൽ നിന്ന് ഒന്ന് ഇപ്പോൾ പറയട്ടെ. മഹാനര് ഒരു ദിവസം അടിവാരത്ത് നിന്ന് വരുന്ന സമയത്ത് നേരെ പോലീസ് വണ്ടിക്ക് കൈ കാണിച്ച് അങ്ങനെ താമരശ്ശേരിക്ക് ഇങ്ങോട്ട് പോകുന്നു. താമരശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി പോലീസുകാർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ എത്തുന്നതിൻ്റെ മുമ്പ് ടെലിഫോണ്. നിങ്ങളിവിടെ ഇറക്കിയിട്ട് ആ ചങ്ങായി അതാ ഇവിടെ പാൽപാത്രമൊക്കെ മറിച്ചിക്കണം, ആകെ ഇവിടെ കച്ചറയക്കണം. പോലീസുകാർ പെട്ടെന്ന് പറന്ന് വന്ന് നോക്കണം, സംഗതി ശരിയാ. അങ്ങനെ രണ്ട് സ്വകാര്യരും അപ്പം നമ്മൾ നേരിട്ട് കണ്ടമാതിരി ഇപ്പോൾ പറയാൻ കഴിയുമല്ലോ. സ്വകാര്യൽ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ സഹാരം പല രൂപത്തിലാണ് ഉണ്ടാവുക. അതിലൊന്ന് ദേഷ്യം പിടിച്ചാൽ മറ്റവനെ ഒതുക്കാനുള്ള സഹാരം എന്താണ് മറിച്ച് സഹായിച്ചപ്പം ഉടനെ എഴുന്നേറ്റ് ഉടനെ അവരെ കൂടെ തിരിഞ്ഞിട്ട് പറഞ്ഞു, എന്നോട് അനാവശ്യം പറയരുത്, തെറ്റ് ചെയ്തവൻ ഞാനല്ല, അവനാണ്, പാൻപാത്രം പരിശോധിക്കൂ. അവന് പിന്നെ പോലീസ് അനുസരിക്കേണ്ടി വന്നു. അത് അതിനേക്കാണ് കനത്തിൽ, അതായത് ശബ്ദം കുറഞ്ഞാലും കനം കൂടുക എന്ന പരിപാടി. അത് ശ്രദ്ധിച്ചുകൊണ്ട് ആരെങ്കിലും ശബ്ദം കുറയും കനം കൂടും, അതായത് മറ്റോ പേടിച്ചു പോകും. സൈഖുനാനോട് ഇങ്ങോട്ട് പറഞ്ഞ ശബ്ദത്തിലാണ്, അത് പേടിച്ചില്ല. എന്നാൽ അങ്ങോട്ട് പറഞ്ഞതോ കനത്തിലാണ്, അത് പേടിച്ചു. ഒരു പെട്ടെന്ന് പോയിട്ട് പാൽപാത്രം പരിശോധിച്ച് നോക്കണേരം ചത്ത എണ്ണുണ്ട്, ചീഞ്ഞ് വെക്കണേറ്റകത്ത് ചത്ത എണ്ണ പാലിനകത്ത്. ഉടനെ പാൽക്കാരനൊക്കെ കളി പിടിച്ച് വെച്ച് ചോദ്യം ചെയ്തു. നോക്കണേരം പാത്രം കെയ്യിട്ട് തന്നെ കാലം കുറേ ആൾ. അപ്പോൾ ആ സൈഖുന ചെയ്ത പ്രവർത്തനത്തെയാണ് നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടത്. ഇവിടെ എന്താ സംഭവിച്ചത്? അകാരണമായി മരണം സംഭവിക്കുന്ന ഒരു ഘട്ടം വരാൻ പോകുന്നു. കാരണമായി മരണപ്പെട്ടാൽ മോമിനീങ്ങൾക്കത് ഉപകാരമുണ്ട്, അതിലൊരു ഇടപെടില്ല. അതുകൊണ്ടാണ് എന്താവാത്തത്? എന്തായാലും കാരണം അള്ളാൻ്റെ ഖലായിലല്ലാതെ അള്ളാൻ്റെ ഖലായിലായിട്ട് ചില ആൾക്കാർക്ക് ഷഹീദിൻ്റെ പവർ അള്ളാഹു തആല കൊടുക്കും. അവിടെ എന്താക്കൂല? അള്ളാൻ്റെ ആരിഫ്യങ്ങളായ ഔലിയാക്കൾ ഇടപെടൂല. പലസ്തീനിൽ നിന്ന് നടക്കുന്നതിൻ്റെ വിഷയം അവിടെയാണ്. അവർക്ക് വലിയ ദർജ അള്ളാഹു തആല വിധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിക്കും. നേരത്തെ ആഫ്രിക്കൻ കൺട്രിയിൽ അങ്ങനെ സംഭവിച്ചിരുന്നു, റഷ്യയിൽ സംഭവിച്ചിരുന്നു, ലോകത്തിൻ്റെ പല ഭാഗത്തും സംഭവിക്കാറുണ്ട്. അപ്പോഴേ അവർ അന്നേരം എൻ്റെ ഔലിയാക്കളെ പോയി ചോദിച്ചാൽ അത് ചോദിക്കാൻ പോകണ്ട, ആവശ്യമുള്ളിടത്തവരപ്പോൾ, അതായത് അകാരണമായി സംഭവിക്കുക, അള്ളാൻ്റെ ഖലായിലല്ലാത്തതിലേക്ക് സംഭവിക്കുക, അവിടെയാണ് അവരിടപെടുക. ഇതാണ് സൈഖുന ചെയ്തത്. ഈ പാല് കുടിച്ച കാരണം കൊണ്ട് പല ആളുകളും അള്ളാൻ്റെ ഖലായിലല്ലാത്ത ഒരു വിഷമം നേരിടാൻ പോകുന്നു. അത് മുസ്ലിമെന്നോ മറ്റുള്ള ആളുകളെന്നോ അല്ലാത്ത നിലക്ക് തന്നെ എല്ലാ മതക്കാർക്കാണല്ലോ പാലെത്തുക. അവിടെ ഇടപെട്ടു. ഇതിനപ്പുറത്ത് തെളിവുണ്ടോ? ഖുർആനിലേടോ തെളിവുണ്ടോണ്ട്? ഖദർ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമ പോയതുപോലെ കുട്ടീനെ പിടിച്ചായിട്ട് വന്നാനിക്കുക, കപ്പലായിട്ട് പൊളിച്ചാനിക്കുക, മതിൽ കെട്ടിക്കൊടുത്തുക. ഖുർആനാ പറഞ്ഞിരുന്നത്. എന്തേ കാരണം? അത് വിശദീകരിച്ചും തന്നല്ലോ നമുക്ക്. നമ്മൾ പലതിലും വിശദീകരിച്ചാണ് നമുക്ക് ഖുർആൻ തന്നെ വിശദീകരിച്ചും തരുന്നു. പറഞ്ഞു കൊടുത്തല്ലോ ലാസ്റ്റ്. കപ്പൽ കള്ളം കട്ടുകൊണ്ടോ അത് പാടില്ല, സാധുക്കളാ. മതിലിൻ്റെ അടിയിൽ സ്വർണ്ണമുണ്ട്, അത് സാധുക്കൾക്കുള്ള എത്തി മക്കൾക്കുള്ളതാണ്, അത് മറ്റവൻ കണ്ടാൽ പിടിച്ചുണ്ടോ. കുട്ടി ഏതാണ്? ആളുകളെ പ്രേപ്പിക്കും, ഈമാൻ തെറിപ്പിക്കും, അവനെ വെച്ചേക്കാൻ പാടില്ല. മോമിനിയങ്ങളായ ആളുകൾക്കുണ്ടായ കുട്ടി പഴയ്ക്കും, പഴച്ചാൽ പഴപ്പിക്കുകയും ചെയ്യും. ഇന്നത്തെ വിധേയികളമായി തന്നെ. പക്ഷേ നമ്മളോട് കൊല്ലാനുള്ള കൽപ്പന ഇല്ലാത്തതിനോട് നമ്മളത് തൊടാൻ പോകില്ല. പുസ്തകങ്ങൾ പറഞ്ഞ് നമ്മളിൽ ജീവിക്കട്ടെ എന്ന് പറഞ്ഞതിനെ കൊണ്ട് നമ്മളാരും അല്ല തൊടാൻ പോകില്ല, ഒരാളെയും തൊടാൻ പോകില്ല. നമുക്ക് പാടില്ല, നമുക്ക് അത് ഹറാമാണ്.
അവരുടെ ആശയം അവർ പറഞ്ഞ് നടക്കൂ. അതിന് നമ്മൾ പ്രതികരിക്കുക, അത്രയേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഏതോ ആവട്ടെ, ഇവിടെ മഹാനർ ചെയ്തത് ദീന് മുഅ്മിനീങ്ങളെയും അതുപോലെ തന്നെ സമൂഹത്തെ രക്ഷിക്കുക എന്നൊരു ഉത്തരവാദിത്തമാണ്. അതോടുകൂടെ എല്ലാം കാണുന്ന, കേൾക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ ഉണ്ട് എന്ന് ഡിപ്പാർട്ട്മെൻറ്റിനെയും അറിയിച്ചു. ഇതാണ് സുലൈമാൻ മുസ്ലിയാർ പുതിയറക്കൽ ബ്രിട്ടീഷുകാർക്ക് കാണിച്ചു കൊടുത്തത്. നിങ്ങൾ വിചാരിച്ചൊന്നും എപ്പോഴും നടക്കൂല, അത് വെറുതെ തോന്നുകയാണ് അല്ലേ? ഇപ്പോഴും അവിടുത്തെ മക്കാമുള്ളത് പിന്നെ പുതിയർക്ക് തന്നെ അല്ലേ? അത് പാടില്ല, കണ്ണപ്പറമ്പിലേക്ക് കൊണ്ടുപോയിക്കോളണമെന്ന്. പക്ഷേ അവർ പറഞ്ഞ് ഞാനിവിടെ ഉണ്ടാവുന്ന, അതിനാണ് ആദ്യം തന്നെ അത് കാണിച്ചു കൊടുത്ത. ജയിലിലായതും പോയതും ഒക്കെ നമ്മൾ കുറേ പറഞ്ഞതായതുകൊണ്ട് ഇതാക്കണ്ട. ജയിലിട്ടപ്പോൾ ജയിലില്ല, പിറ്റേന്ന് രാവിലെ ജയിൽ അടച്ചിട്ടതിൻ്റെ അകത്തൊക്കെ അതിൻ്റെ അകത്തുണ്ട്, ഇങ്ങോട്ട് കാണുമെന്ന് പറഞ്ഞ എസ് ഐനോട്. അന്നത്തെ എസ് ഐ എന്നൊക്കെ പറഞ്ഞാൽ ആരാണ്? അതിനാ വിളിച്ചോടാ, ഇവിടാടാ തുറക്കണത്, എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ കൂട്ടിയിട്ട് പോയിക്കണോ? ഏത് അടച്ച്? ആദ്യത്തെ അടച്ച് അത് നോക്കുന്ന ഒരു അങ്ങാടി തന്നെ ഉണ്ട്. പിന്നെയും കൊണ്ടുവന്ന് അടിച്ച് ഗീസയിലിട്ട് ചാവി പുതിയർക്കൽ ഇറങ്ങുമ്പോഴത്തേക്ക് അങ്ങാടിയിൽ നിന്നിട്ട് ഇങ്ങോട്ട് വരുന്നു. അപ്പം ബ്രിട്ടനൊക്കെ വേറെ അറിയിച്ച് മുസ്ലിം ഭ്രാന്തന്മാരെ പിടിക്കണമെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാരോട് അനുവാദം വാങ്ങണമെന്ന പിന്നെ വിധിയും കൊണ്ട് കൊടുത്തുക. കാരണം മുസ്ലിം ഭ്രാന്തന്മാരെല്ലാവരും ഒരു സൈസല്ല. നിങ്ങൾക്ക് കളിയാക്കുണ്ടല്ലോ, തേച്ചില്ല, നോമ്പോറ്റിയില്ല, കുളിച്ചില്ല, തിരുമ്പിയില്ല എന്നൊക്കെ. എന്നാൽ കോഴിക്കോട് ഒന്ന് കസബ സ്റ്റേഷനിൽ എന്നാൽ നിയമം ഒന്നെങ്കിൽ വെച്ച് വെച്ചാൽ ഇപ്പം ഉണ്ടോയെന്നറിയില്ല. നേരത്തെ ആ നിയമം ബ്രിട്ടീഷുകാർ എഴുതി വെച്ചതാണ്. എന്തോ ആട്ടെ, അപ്പം ചുരുക്കി പറഞ്ഞാൽ അവർ നമ്മൾക്ക് ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ഉള്ള ആളുകളാണ് മഹാന്മാരായ ആരിഫീങ്ങളായ ഔലിയാക്കൾ. തൽക്കാലം നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം.